നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ചോദ്യോത്തരം എന്ന സെഗ്മെൻറ്റിലെ ആദ്യ വീഡിയോയ്ക്ക് നിങ്ങൾ വളരെ മികച്ച പ്രതികരണമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെയും ഇത്തരമൊരു സെഗ്മെൻറ്റ് വീണ്ടും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സെഗ്മെൻറ്റിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ താമസിപ്പിക്കാതെ നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. വനജകുമാരി ചോദിച്ചിരിക്കുന്നു, സഹോദര, എനിക്കൊരു കാര്യം അറിയാനാണ്. ഒരു നമ്പർ വെച്ച് ആ നമ്പറിൻ്റെ ഉടമയെ കണ്ടുപിടിക്കാൻ കഴിയുമോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയെന്ന് ഉടൻ അറിയിക്കുമെന്ന് കരുതുന്നു. എൻ്റെ മകനെ കണ്ടുപിടിക്കാനാണ്. അയക്കുന്ന മെസ്സേജുകൾ വായിക്കുന്നുണ്ട്, വിളിച്ചാൽ എടുക്കില്ല. അവനെ ഒന്ന് കാണാൻ കൊതിച്ചിട്ടാണ്. 4 വർഷമായി പോയിട്ട്. ആദ്യമെല്ലാം വിളിക്കുമായിരുന്നു. 2 മാസമായി വിളിയൊന്നുമില്ല. വല്ലാത്ത വിഷമത്തിലാണ്. സൗദിയിലാണ് മകൻ. ഇവിടെ ഈ സഹോദരിയുടെ ഈ ചോദ്യം നമ്മുടെ മനസ്സിൻ്റെ കോണുകളിലെവിടേക്ക് അല്പം മുറിവേൽപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ വനജകുമാരി ചോദിച്ചിരിക്കുന്നത്, ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ നമ്പറുണ്ട്, മകൻ്റെ സൗദിയിലാണ് മകൻ, ആ മകൻ്റെ മൊബൈൽ നമ്പർ ആ അമ്മയുടെ കയ്യിലുണ്ട്. പക്ഷേ ആ മകൻ 4 വർഷമായി സൗദിയിൽ പോയിട്ട്. ആദ്യമൊക്കെ വിളിക്കുമായിരുന്നു, ഇപ്പോൾ 2 മാസമായിട്ട് വിളിക്കുന്നില്ല. പക്ഷേ അങ്ങോട്ട് അയക്കുന്ന മെസ്സേജുകൾ അവിടെ റീഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഫോൺ വിളിച്ചാൽ ബെല്ല് റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഈ മകൻ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് കണ്ടെത്തണം. ഇതാണ് ഇവിടുത്തെ ആവശ്യം. അപ്പോൾ ഒരു നമ്പർ വെച്ചുകൊണ്ട് ആ നമ്പർ ഉപയോഗിക്കുന്ന വ്യക്തി എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ സാധിക്കില്ല. അതിന് ബന്ധപ്പെട്ട അധികാരികൾ വിചാരിക്കണം. പ്രത്യേകിച്ച് ഇതിപ്പോൾ സൗദിയിലാണ്. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ മൊബൈൽ നമ്പർ ഏത് ടവറിൻ്റെ അണ്ടറിലാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പറ്റത്തില്ല. ഈ മൊബൈൽ നമ്പർ ഏത് നെറ്റ്വർക്ക് കമ്പനിയുടേതാണോ ആ കമ്പനിയുമായി ബന്ധപ്പെട്ടാൽ ആ കമ്പനിയിൽ നിന്നും ഈ പറയുന്ന മൊബൈൽ നമ്പർ ഏത് ടവറിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് ചെയ്യേണ്ടത് ബന്ധപ്പെട്ട അധികാരികളുമായി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സൗദിയിലാണ്, അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ കോൺസുലേറ്റ് വഴിയോ മറ്റോ സൗദി എംബസിയുമായിട്ട് ബന്ധപ്പെടണം. അതിന് ഒരു മാർഗ്ഗമെന്ന് പറയുന്നത്, പിന്നെ തിരുവനന്തപുരത്ത് കേരള റൂട്ട്സിൻ്റെ ഓഫീസുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മളൊരു അപേക്ഷ കൊടുത്താൽ ഒരു പക്ഷേ നമുക്ക് ഇന്ത്യൻ എംബസി വഴി പിന്നെ സൗദിയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ സൗദിയിൽ ഉള്ള ഏതെങ്കിലും ഈ ചില സംഘടനകളുണ്ട്, ആ മലയാളി സംഘടനകൾ, അത്തരം സംഘടനകൾ ബന്ധപ്പെട്ട ആരുമായിട്ടെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവരുമായും ബന്ധപ്പെട്ടാലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഈ വനജകുമാരിക്ക് ഈ ചോദ്യത്തിൻ്റെ മറുപടി ആൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് ഈ പറഞ്ഞ മറുപടികൾ ഞാൻ ആൾറെഡി നൽകി കഴിഞ്ഞതാണ്. ഞാൻ ഈ ചോദ്യം നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ ഷെയറൊക്കെ ചെയ്യുമ്പോൾ സൗദിയിലൊക്കെയുള്ള മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിലൂടെ ഈ അമ്മയ്ക്ക് തൻ്റെ മകനെ കണ്ടെത്തുന്നതിന് ഒരു സഹായമാവുമെങ്കിൽ അതിൽ പരം ഒരു പുണ്യം മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ചോദ്യം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. വിഷ്ണു എ ചോദിച്ചിരിക്കുന്നു, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ചേട്ടാ. ചേട്ടൻ്റെ എല്ലാ വീഡിയോസും വാട്സപ്പ് ബീറ്റ എന്ന ആപ്ലിക്കേഷനെക്കുറിച്ച് മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഈ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? പഴയതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? വാട്സപ്പ് കമ്പനിയുടെ അംഗീകാരം ഉള്ളതാണോ ഈ പറയപ്പെടുന്ന ബീറ്റ എന്നത്? അതോ ഫേക്ക് വാട്സപ്പ് ആണോ? തെറ്റിദ്ധരിക്കരുത് ചേട്ടാ, അറിയാത്തത് കൊണ്ട് മാത്രമാണ്. ബീറ്റ ഉപയോഗിച്ചാൽ വിവരങ്ങൾ ചോരുമോ? എൻ്റെ ചോദ്യങ്ങൾക്ക് ദയവായി മറുപടി തരിക. ഇതിന് സമാനമായിട്ട് തന്നെയുള്ള മറ്റൊരു ചോദ്യം വേറൊരു മനോജ് ബാബു എസ് എന്ന് പറയുന്ന വ്യക്തിയും ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും കേൾക്കാറുള്ളതാണ് ബീറ്റ വെർഷൻ എന്ന വാക്ക്. എന്താണ് ബീറ്റ വെർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവരെ രണ്ടുപേരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറയാം. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന എല്ലാ വീഡിയോയും ബീറ്റ വെർഷനെ കുറിച്ച് പറയുന്നതല്ല. ചില വീഡിയോകളിൽ ഇതുപോലെ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇനി എന്താണ് ബീറ്റ വെർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണയായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ വെർഷനാണ്. എന്നാൽ ആ ഒറിജിനൽ വെർഷൻ പ്ലേ സ്റ്റോറിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ആപ്ലിക്കേഷനുകളുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയ വെർഷനുകൾ പുറത്തിറക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്തി ഇറക്കുന്ന ആപ്ലിക്കേഷനുകളിൽ എന്തെങ്കിലും എററുകൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കളിൽ ടെസ്റ്റ് ചെയ്യാനായി ഇറക്കുന്ന ടെസ്റ്റിംഗ് വെർഷനാണ് ഈ പറയുന്ന ബീറ്റ വെർഷൻ.
ഈ ബീറ്റ വെർഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ സാധാരണ രീതിയിൽ ലഭ്യമല്ല. പ്ലേ സ്റ്റോറിൽ ലഭ്യമായിരിക്കുന്നത് ഒറിജിനൽ വെർഷനാണ്. അപ്പോൾ ബീറ്റ വെർഷൻ പുറത്തിറക്കുന്നത് ചില വെബ്സൈറ്റുകളിൽ നമുക്ക് ഇത്തരത്തിൽ ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും അതുപോലെയുള്ള ഏത് ആപ്ലിക്കേഷൻ്റെയും ബീറ്റ വെർഷനുകൾ ലഭ്യമാണ്. ഇനി പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. അതിന് ചെയ്യേണ്ടത്, ഉദാഹരണത്തിന് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതെങ്കിൽ നിങ്ങൾ വാട്സപ്പിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള പ്ലേ സ്റ്റോറിലെ പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴെ സ്ക്രോൾ ചെയ്തെത്തുമ്പോൾ അവിടെ ബിക്കം എ ബീറ്റ വെർഷൻ ടെസ്റ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ആ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും പുതിയ ബീറ്റ വെർഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബീറ്റ വെർഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അത് പുതിയ ഫീച്ചറുകൾ, പ്ലേ സ്റ്റോറിൽ ഉള്ള വെർഷനേക്കാൾ പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയ ഒന്നായിരിക്കും. അത് ജനങ്ങൾക്കിടയിൽ പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും ഇററുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മുടെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി പുറത്തിറക്കുന്ന ടെസ്റ്റിംഗ് ആപ്ലിക്കേഷനുകളാണ് ബീറ്റ വെർഷൻ. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ വിവരങ്ങളൊന്നും ചോരുകയോ ഒന്നുമില്ല. ഇത് അതാത് കമ്പനികൾ പുറത്തിറക്കുന്നതാണ്. ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റോ അങ്ങനെ എന്താ പറയുന്നത്, ഇവിടെ ചോദിച്ചതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുകളൊന്നുമല്ല. വിശ്വസ്തമായ ഈ കമ്പനികൾ പുറത്തിറക്കുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ഡേറ്റ ചോരുകയോ അത് നമ്മുടെ മൊബൈലുകൾക്ക് പ്രശ്നം സൃഷ്ടിക്കുകയോ ഒന്നുമില്ല. നിലവിലുള്ള ഫീച്ചറിനേക്കാൾ കൂടുതൽ പുതിയ അഡ്വാൻസ്ഡ് ഫീച്ചറുകൾ നമുക്ക് ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ലഭ്യമാവുകയും ചെയ്യും. അടുത്ത ചോദ്യത്തിലേക്ക്. സുനീർ ഉസ്മാൻ പുരങ്കര ചോദിച്ചിരിക്കുന്നു, ഈ മൊബൈൽ ഉപയോഗിച്ച് വൈഫൈയുടെ പാസ്വേഡ് ഹാക്ക് ചെയ്യുന്ന ഒരു പ്രവണത കൂടി വരുന്നു. ഇത്തരം ശല്യങ്ങളെ ഒഴിവാക്കാൻ എന്താണ് ഒരു മാർഗം? എല്ലാവരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ജയൻ ഭായി ദയവ് ചെയ്ത് ഒരു മറുപടി തരണം. ശരിയാണ്, ഇന്ന് വൈഫൈയുടെ പാസ്വേഡൊക്കെ ഹാക്ക് ചെയ്യാനുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ചെറുക്കാൻ സാധാരണ രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം, നമ്മുടെ പാസ്വേഡ് മറ്റൊരാൾ ഹാക്ക് ചെയ്തു എന്ന് നമുക്ക് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പാസ്വേഡ് കൂടെ മാറ്റുക. വൈഫൈയുടെ പാസ്വേഡ് കൂടെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാം. അതുപോലെ മറ്റൊരാൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാസ്വേഡ് നൽകാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 1 2 3 4 5 6 പലരും കൊടുക്കുന്ന ഒരു പാസ്വേഡാണ്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പാസ്വേഡുകൾ കൊടുക്കാതിരിക്കുക, ഒന്നാമത്തത്. രണ്ടാമത്തത്, നമ്മൾ കൂടെയെങ്കിലും നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് ഒന്ന് മാറ്റിയിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ പ്രശ്നത്തെ ഒരു പരിധിവരെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നൗഷാദ് ആണ്. നൗഷാദ് ചോദിച്ചിരിക്കുന്നു, വാട്സപ്പ് മെസ്സേജസ് ഡയറക്റ്റ് മെമ്മറി കാർഡിലേക്ക് വരുവാൻ എന്ത് ചെയ്യണം? അതായത് നമുക്ക് സാധാരണ വാട്സപ്പിൽ വരുന്ന വീഡിയോസും ഇമേജസും ഓഡിയോസും എല്ലാം വന്ന് സ്റ്റോർ ആകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫോണിൻ്റെ മെമ്മറിയിലെ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയും ഫോൺ മെമ്മറി പെട്ടെന്ന് ഫുള്ളാകുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ നമ്മുടെ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ, അതായത് ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വന്ന് നിറയുന്ന ആ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ഫോണിൻ്റെ മെമ്മറി കാർഡിലേക്ക് മാറ്റപ്പെട്ടിരുന്നെങ്കിൽ, അതായിരുന്നു അതിൻ്റെ ലൊക്കേഷനെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായിരുന്നു. ഇങ്ങനെ ചെയ്യാൻ സാധാരണ ഫോണുകളിൽ സാധിക്കില്ല. ഈ ഒരു ഓപ്ഷൻ പക്ഷേ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോൺ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ വാട്സപ്പ് എന്ന് പറയുന്ന ആ ഫോൾഡറിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഫോണിൻ്റെ എക്സ്റ്റേണൽ മെമ്മറി അഥവാ മെമ്മറി കാർഡിലേക്ക് മാറ്റാൻ സാധിക്കും. പക്ഷേ അതിന് ഫോൺ റൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സംശയം ഉടലെടുത്തിരിക്കുന്നു, ഇല്ലേ, എന്താണ് റൂട്ടിംഗ് എന്ന്? റൂട്ടിംഗ് എന്താണെന്ന് ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ഉടൻ തന്നെ പുറത്തിറക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരുക എന്നത് മാത്രം. അടുത്ത ചോദ്യം ദീപു എസ് ചോദിച്ചിരിക്കുന്നു, ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ FB അക്കൗണ്ടിൽ എങ്ങനെ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാം? ഒരു ഹെൽപ്പ് ചെയ്യുമോ? ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഫോളോ ചെയ്യുന്നവരാണ്. സിംപിളി പറഞ്ഞാൽ നമ്മളെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നവരാണ് ഫോളോവേഴ്സ്. ഇനി എങ്ങനെയാണ് ഒരു ഫോളോവർ ആകുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അയച്ചെന്നിരിക്കട്ടെ. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ടായി. എന്നാൽ നിങ്ങൾ എന്നെ പിന്തുടരാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അയച്ചത്. ഞാൻ
ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ആകില്ല, നേരെ മറിച്ച് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലെ ഫോളോവർ ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഫോളോവർ ആയാൽ ആ വ്യക്തി ഫേസ്ബുക്കിൽ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ നമുക്ക് ഫോളോവേഴ്സിനും കാണാൻ സാധിക്കും. എന്നാൽ ഒരാൾ ഇടുന്ന പോസ്റ്റുകൾ അയാളുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട് മാത്രം കണ്ടാൽ മതി എന്ന രീതിയിൽ പ്രൈവസി സെറ്റ് ചെയ്ത് ഇട്ടാൽ അത്തരം പോസ്റ്റുകൾ ഫോളോവേഴ്സിന് കാണാൻ സാധിക്കുകയുമില്ല. അപ്പോൾ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുന്നുണ്ട്, അയാളുടെ പബ്ലിക് പോസ്റ്റുകളെ മാത്രം ഫോളോ ചെയ്യുന്നു, അയാളുടെ ഫ്രണ്ടായിട്ടില്ല, അയാളുടെ പബ്ലിക് പോസ്റ്റുകൾ മാത്രം കാണുന്ന വ്യക്തി. ഇനി ഈ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് FBയിൽ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടുക. വെറുതെ നമുക്ക് കൂട്ടാനൊന്നും മാർഗ്ഗമില്ല. നമുക്ക് ഒരുപാട് പേര് ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അയച്ചാൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ നോർമലി നമ്മുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടും. അടുത്ത ചോദ്യം അബ്ദുൾ ലത്തീഫ് മുഹമ്മദ് TC ചോദിച്ചിരിക്കുന്നു, മിസ്റ്റർ ജയരാജ് പ്ലീസ് മൊബൈൽ ഫോണിൽ ഹൗ ടു ബ്ലോക്ക് യൂട്യൂബ് ഫ്രം ചൈൽഡ്. അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ കുട്ടികൾ നമ്മുടെ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അശ്ലീല കണ്ടൻറ്റുള്ള വീഡിയോസൊന്നും കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടാതെ നമുക്ക് അവരെ എങ്ങനെ യൂട്യൂബിൽ നിന്നും മാറ്റി നിർത്താം എന്നാണ് അബ്ദുൾ ലത്തീഫ് മുഹമ്മദ് TC ചോദിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഒരു പ്രൈവസി സെറ്റിങ്സ് അല്പം ഒന്ന് മാറ്റിയാൽ മതി. ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ സ്ക്രീനിൽ ഏറ്റവും മുകളിൽ വലത് സൈഡിലായിട്ട് ഇതുപോലെ 3 ഡോട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിനകത്ത് ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. റെസ്ട്രിക്റ്റഡ് മോഡ്. ഈ റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ടിരുന്നാൽ യൂട്യൂബിൽ വരുന്ന ചില അശ്ലീല വീഡിയോകളും മറ്റും നമ്മുടെ യൂട്യൂബിൽ കാണിക്കാതിരിക്കും. അപ്പോൾ ഇതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. നമ്മുടെ കുട്ടികളെ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ മൊബൈലും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറുമൊക്കെ നമ്മുടെ സാന്നിധ്യത്തിൽ മാത്രം നൽകുക. കുട്ടികൾ എപ്പോഴും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിക്കുമ്പോൾ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം ഉപയോഗിക്കാൻ അനുവദിക്കുക. അല്ലാതെ ഇതൊക്കെ ഒരു ശാശ്വത പരിഹാരം ആകുന്നില്ല. അടുത്ത ചോദ്യം പ്രഭാകരൻ കല്യാൺ ചോദിച്ചിരിക്കുന്നു, ഡിയർ ജയരാജ്, നിങ്ങളുടെ ചാനലിന് എല്ലാ ആശംസകളും നേരുന്നു. ദയവായി പുതിയ ഫോൺ വാങ്ങുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതായത് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഒരു പുതിയ ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോണിൻ്റെ റാം ഒരു 2 GB മിനിമം ഉണ്ടായിരിക്കണം. ഒരു 2 GB എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫോൺ ഒരുവിധം നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള ചില ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്യുമ്പം ലാഗിങ് അല്ലെങ്കിൽ സ്റ്റക്ക് ആവുക അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ 2 GB മിനിമം ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി മിനിമം ഒരു 8 GB ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വാട്സപ്പിലൊക്കെയുള്ള ഒരുപാട് ഇമേജസും വീഡിയോസും ഒക്കെ വന്ന് നിറയുമ്പോഴേക്കും ആ ഫോൺ മെമ്മറി ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ ഫോണിൻ്റെ മെമ്മറി മിനിമം 8 GB എങ്കിലും ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് ഫോണിൻ്റെ ക്യാമറ. ഫോണിൻ്റെ ക്യാമറ ബാക്ക് ക്യാമറ മിനിമം ഒരു 8 MP എങ്കിലും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഒരു 8 MP എങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഫോൺ ഉപയോഗിച്ചെടുക്കുന്ന ചിത്രങ്ങൾ നമുക്ക് ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ കൂടുതൽ സെൽഫി ചിത്രങ്ങൾ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ മിനിമം ഒരു 5 MP എങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഒരു നല്ല ഒരു ദൃശ്യാനുഭവം നമുക്ക് ഫോണിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഫോണിൻ്റെ സൈസ് പറയുന്നത് ഫോണിൻ്റെ ഒരു മൂലയിൽ നിന്നും മറ്റേ മൂലയിലേക്കുള്ള ഡയഗണൽ ഷേപ്പിൽ ഉള്ള സൈസാണ്. ഇത് മിനിമം ഒരു 5 ഇഞ്ചെങ്കിലും ഉണ്ടായിരിക്കണം. നമുക്കൊരു മികച്ച മൾട്ടിമീഡിയ അനുഭവം കിട്ടണമെങ്കിൽ ഒരു 5 ഇഞ്ചെങ്കിലും നമുക്ക് ഫോണിൻ്റെ സൈസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിനിമം ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ നമ്മൾ മേടിക്കുന്ന ഫോൺ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഓരോരോ ക്രൈറ്റീരിയസ് മാറുകയും ചെയ്യും. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. അടുത്തതായി റഷീദ് അബ്ദുൽ ചോദിച്ചിരിക്കുന്നു, സാർ നന്ദി, താങ്ക് യു. വാട്സപ്പിൽ നിന്നും കോൺടാക്റ്റുകൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം?
അപ്പോൾ റഷീദ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വാട്സപ്പിലെ ഏതെങ്കിലും ചില കോൺടാക്റ്റുകൾ നമുക്ക് വേണ്ടെങ്കിൽ അവരെ എങ്ങനെ ഒഴിവാക്കാമെന്നാണ്. അപ്പോൾ ഓർക്കുക, നമ്മുടെ മൊബൈലിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കോൺടാക്റ്റുകൾ മാത്രമേ നമ്മുടെ വാട്സപ്പിൽ കാണിക്കുകയുള്ളൂ. നമുക്കൊരു കോൺടാക്റ്റ് നമ്മുടെ വാട്സപ്പിൽ കാണണ്ട എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലെ കോൺടാക്റ്റിൽ നിന്നും ആ വ്യക്തിയുടെ നമ്പർ ഡിലീറ്റ് ചെയ്യുക. പിന്നീട് ആ വ്യക്തിയെ വാട്സപ്പിൽ കാണിക്കില്ല. നമ്മളുടെ കോൺടാക്റ്റിൽ നിന്നും ആ വ്യക്തി ഡിലീറ്റ് ചെയ്താലും ആ വ്യക്തിക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളെ അദ്ദേഹം മെസ്സേജുകൾ അയച്ച് നമ്മളെ ശല്യപ്പെടുത്തുന്നുവെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യാനും സാധിക്കും വാട്സപ്പിൽ നിന്നും. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളും ഒരുപക്ഷെ ചോദിക്കാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ചോദ്യങ്ങളായിരിക്കാം ഇതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ സെഗ്മെൻറ്റിലെ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടതൊന്നും മാത്രം നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകളുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. ദയവ് ചെയ്ത് എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും വാട്സപ്പിലൊന്നും ചോദ്യങ്ങൾ മെസ്സേജായി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഫേസ്ബുക്കിലൊക്കെ എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല. വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് ഞാൻ എല്ലാം തന്നെ നോക്കാൻ സാധിക്കുന്നുമില്ല. മാത്രമല്ല, നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതിനകത്ത് എല്ലാം നോക്കേണ്ട കാര്യമില്ല. എന്തായാലും എല്ലാ ദിവസവും ഞാൻ യൂട്യൂബിലെ കമൻറ്റുകൾ ഞാൻ എല്ലാം നോക്കുന്നുമുണ്ട്. അതിനെല്ലാം 2 ദിവസത്തിനുള്ളിൽ ഞാൻ മറുപടി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കിയിരിക്കുന്ന ഏത് വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള മറുപടി ആ കമൻറ്റുകൾക്ക് താഴെ തന്നെ നൽകും. നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ ചോദ്യോത്തരം എന്ന സെഗ്മെൻറ്റിൽ നമ്മൾ ഒരു വീഡിയോയെ തയ്യാറാക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് ആ സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നന്ദി.